ഇന്ന് നമുക്ക് 10-ാം ദിവസത്തെ ഭാഗങ്ങൾ നോക്കാം. 10-ാം ദിവസം ആരണ്യകാന്ഡം തുടങ്ങുന്നു. നമ്മൾ 9-ാം ദിവസം അയോധ്യാകാന്ഡം തീർന്നായിരുന്നു. 10-ാം ദിവസം ആരണ്യകാന്ഡം തുടങ്ങുന്നു. പേജ് നമ്പർ 81 മുതൽ ആരണ്യകാന്ഡം തുടക്കം. ഇവിടെ മുതൽ പേജ് നമ്പർ 86. കഴിഞ്ഞ ദിവസം അധ്യാത്മരാമായണത്തിൻ്റെ അയോധ്യാകാന്ഡം തീർന്നായിരുന്നു. ഇന്ന് നമ്മൾ ആരണ്യകാന്ഡം, അതായത് 10-ാം ദിവസം ആരണ്യകാന്ഡം തുടങ്ങുന്നു. പേജ് നമ്പർ 81 മുതൽ ആരണ്യകാന്ഡം തുടങ്ങുവാണ്. ആരണ്യകാന്ഡം തുടങ്ങുന്നത് മുതൽ പേജ് നമ്പർ 86, 86-ാമത്തെ പേജിൽ ഇവിടം വരെ. അദ്യവാസരം മമ സഫലമത്രയല്ല മത്തപസാഫല്യവും വന്നിതു ജഗൽപതി. ഇവിടം വരെയാണ് 10-ാം ദിവസം വായിക്കേണ്ടത്. അത് സമയമുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ 2-3-4 ഇത്രയും വരികളും കൂടി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഗസ്ത്യസ്തുതി അവിടെ വരെ എത്തും. ഇത്രയും വരികളും കൂടെ വായിച്ചങ്ങ് നിർത്തിയാൽ നമുക്കിവിടെ നിർത്താം. അഗസ്ത്യസ്തുതി എന്ന് പറയുന്ന സബ് ഹെഡിങ്ങിൽ നിർത്താം. ഇനി ഈ പറയുന്ന 10-ാം ദിവസം വായിച്ച് നിർത്തേണ്ടുന്ന ഈ വരികൾ അല്ലെങ്കിൽ ഇവിടം വരെ ഏത് സബ് ഹെഡിങ്ങിലാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അഗസ്ത്യ സന്ദർശനം. അഗസ്ത്യ സന്ദർശനം എന്ന് പറയുന്ന സബ് ഹെഡിങ്ങിന് താഴെയായിട്ടാണ് 10-ാം ദിവസം വായിച്ച് നിർത്തേണ്ടത്. ജഗൽപതി വരെ സമയമില്ലാത്തവർ ഇവിടം വരെ വായിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു 8-10 വരിയും കൂടെ കഴിയുമ്പം ആ ഒരു അഗസ്ത്യസ്തുതി എന്ന് പറയുന്ന സബ് ഹെഡിങ് വരും, അവിടം വരെ വായിക്കുക. അപ്പോൾ 10-ാം ദിവസം വായിക്കേണ്ടത് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി നമുക്ക് നോക്കാം. ആരണ്യകാന്ഡം തുടങ്ങുന്നു. ബാലികേ ശുഗകുലമൗലി മാലികേ എന്ന് തുടങ്ങുന്ന ആരണ്യകാന്ഡം തുടക്കം മുതൽ ഇവിടം വരെയാണ് 10-ാം ദിവസം വായിക്കേണ്ടത്.